മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്തിയിട്ടും കോഴിക്കോട് ജില്ലയിൽ ഗതാഗത നിയമ ലംഘനങ്ങൾ കുറയുന്നില്ല. ജില്ലയിലെ തിരക്കുള്ള റൂട്ടായ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും കുറ്റ്യാടി റൂട്ടിലും നിയമലംഘനങ്ങൾ തുടർക്കഥയാവുകയാണ്. നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിശോധനകൾ കർശനമാക്കിയിട്ടും അപകട നിരക്കിലോ നിയമലംഘനത്തിലോ കാര്യമായ കുറവ് വന്നിട്ടില്ല. വാഹനപ്പെരുപ്പത്തിനൊപ്പം കോഴിക്കോട് ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ന്യൂസ് മലയാളം ടീം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ്. ദിനംപ്രതി ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചെത്തുമെന്ന ഉറപ്പില്ലാത്ത ജില്ലയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട്. കഴിഞ്ഞ 11 മാസത്തിനിടയിൽ 4573 വാഹനാപകടങ്ങളാണ് ജില്ലയിലുണ്ടായത്. ഇതിൽ 288 പേർക്ക് ജീവൻ നഷ്ടമായി. 4932 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വാഹനപ്പെരുപ്പം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, അമിതവേഗത, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, പല പ്രധാന ജംഗ്ഷനുകളിലും സിഗ്നലുകൾ പ്രവർത്തിക്കാത്തത് തുടങ്ങി റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. ഇപ്പോഴത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. പിന്നീടെന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാർ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള അമിതമായ യാത്ര, അമിതമായ പോക്കും, വാഹനം ഓടിക്കുന്ന ആളുകളും വളരെ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. അതുപോലെ തന്നെ യാത്രക്കാരും ശ്രദ്ധിക്കണം. അധികാരികളുടെ അശ്രദ്ധ കുറവുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കണം. വ്യക്തമായ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, കുഴികളും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ട്രാഫിക് പരിശോധനയിലെ വീഴ്ചയും ബോധവൽക്കരണം ഫലപ്രദമല്ലാത്തതുമാണ് അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടുപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തീരുമാനിക്കാറുള്ളത്. കോഴിക്കോട് കണ്ണൂർ, കോഴിക്കോട് കുറ്റ്യാടി റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളും അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുന്നിലാണ്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃതിക ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്ത ട്രാഫിക് എസ്ഐയോട് ഡ്രൈവർ മോശമായി പെരുമാറിയ വാർത്ത ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈസൻസ് കാണിക്കാൻ ആവശ്യപ്പെട്ട ട്രാഫിക് എസ്ഐയെ ഡ്രൈവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ലൈസൻസ് കാണിച്ചാൽ ബാധ്യസ്ഥരാ. ഇതെന്താ അറിയില്ല, നീ അത് പഠിപ്പിച്ചു തന്നാൽ മതി. നീ ലൈസൻസ് ആദ്യം കാണിക്കും. ലൈസൻസ് ഇപ്പൊ ഇല്ല, കയ്യിലില്ല. ലൈസൻസ് കാണിക്കണോ? കയ്യിലില്ല. ID പ്രൂഫ് എന്തെങ്കിലും ഒന്നുമില്ല. അത് പറ്റില്ല. എന്നാ പിന്നെ ആ ഫോൺ എനിക്ക് തിരക്കില്ല. നിനക്ക് ലൈസൻസ് ഇല്ലാണ്ട് ഞാനിപ്പോ വിട്ടു കഴിഞ്ഞാൽ എന്നെ അപകടം പറ്റിയാലോ? വണ്ടി പോയി ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാ കേട്ടാ. കോഴിക്കോട് സംസ്ഥാന പാതയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണ് കൊയിലാണ്ടി. കോഴിക്കോട് ഭാഗത്തേക്കും കണ്ണൂർ താമരശ്ശേരി ഭാഗത്തേക്കും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകാറുള്ളത്. ദേശീയപാത 66 റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നതിനാൽ വലിയ ഗതാഗത കുരുക്ക് കൊയിലാണ്ടി ജംഗ്ഷനിൽ അനുഭവപ്പെടാറുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കാൻ ബസ്സുകൾ അമിത വേഗതയിൽ കൊയിലാണ്ടി ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നതും നിത്യ കാഴ്ചയാണ്. കൂടെ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും. ഈ മാസം 17 മുതൽ പോലീസും ഗതാഗത വകുപ്പും ജില്ലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. 4 ദിവസം കൊണ്ട് 20 ലക്ഷത്തിലധികം രൂപയാണ് ഗതാഗത നിയമലംഘനം നടത്തിയതിന് പിഴ ഈടാക്കിയത്. കോഴിക്കോട് കണ്ണൂർ കുറ്റ്യാടി റൂട്ടുകളിൽ അമിത വേഗത സംബന്ധിച്ച് പരാതികളിൽ ഉടൻ നടപടിയെടുക്കുമെന്നും കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ PA നസീർ പറഞ്ഞു. വാഹന പരിശോധന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന ഒരു വിസിബിലിറ്റി പരിശോധനയാണ്. അതായത് റോഡിൽ ഉടനീളം മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെന്നും ഈ വരുന്ന ഡ്രൈവർമാരുടെ നിയമലംഘനം കാണുമ്പോൾ അവരെ നിർത്തി അവർക്ക് നിയമപരമായ ഉപദേശം നൽകിക്കൊണ്ടും ഇതുപോലുള്ള വാഹനാപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അവർക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിലുള്ള 17-12 മുതൽ നിർദ്ദേശം നൽകിയുണ്ടായി. ശോചനീയാവസ്ഥ മുതൽ
അശ്രദ്ധമായ ഡ്രൈവിംഗ് വരെ അപകടങ്ങൾക്ക് കാരണമാവുമ്പോൾ ഈ നിരത്തുകളിൽ ഓരോ വർഷവും പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. വാഹനാപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇത്തരം അപകടങ്ങളെക്കുറിച്ചും അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കും സർക്കാരിന്റെ ശ്രദ്ധ കൂടി പതിയേണ്ടതുണ്ട്. കൂടുതലായി അപകടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്പോട്ടുകൾ കണ്ടെത്തി ജനപങ്കാളിത്തത്തോടെ പരിഹാരം കാണാനും സർക്കാരുകൾ ഇനിയെങ്കിലും തയ്യാറാകണം. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സുൽത്താനും റിപ്പോർട്ടർ അനിൽക സേദിനുമൊപ്പം രമ്യ ദാസ്, ന്യൂസ് മലയാളം.